പിന്നെ അതൊക്കെ നേരത്തെ കേക്ക് പറഞ്ഞു കൊടുക്കണ്ടോ, വരേണ്ട കാര്യമൊക്കെ അതൊന്നും പറഞ്ഞില്ല. തുടങ്ങാം ആയില്ലേ? ആരും പറയാനില്ല. സിസ്റ്റർമാരുണ്ടായിട്ടാണോ? അതായിട്ടില്ല പറയാം. സ്നേഹക്കൂട്ടായ്മയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നത്തെ ജൂബിലേറിയൻസ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോൺസൺ ചേട്ടനെയും ഷാൻഡി ചേച്ചിയെയും ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇവരുടെ രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളിൽപ്പെട്ട എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ബഹുമാനപ്പെട്ട വികാരി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇന്ന് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായിട്ടുള്ള വിവാഹത്തിന്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അതിൽ സന്തോഷത്തോടെ പങ്കുചേരാനും അതുപോലെ തന്നെ അവർക്ക് ആശംസകൾ അർപ്പിക്കാനും പ്രാർത്ഥിക്കാനുമാണ് എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ഇന്ന് രാവിലെ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഒരുമിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുകയും പള്ളിയിൽ നമ്മുടെ ഇടവകയുടെ പേരിലുള്ള അനുമോദനം ദൈവമായിട്ട് അറിയിക്കുകയും ചെയ്യുകയുണ്ടായി. ഈ അവസരത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. പള്ളിയിൽ പലരും ഇല്ലായിരുന്നതുകൊണ്ട് ഒരിക്കൽ കൂടി 2 വാക്ക് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വന്നിട്ട് ഈ ഇടവകയിൽ 3-ാം വർഷത്തിലേക്ക് കടന്നു. 3-ാം വർഷമാണ്. നമ്മുടെ കുളക്കുറ്റി ഇടവകയുടെ ഏറ്റവും വളരെ രൂപതയുടെ പേരിലുമുള്ള ആശംസകളും നന്ദിയുമൊക്കെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. നമ്മുടെ കുളക്കുറ്റി ഇടവകയിലെ പ്രധാന മതാധ്യാപികയാണ്. എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് കോർഡിനേറ്റ് ചെയ്യുകയും എല്ലാവരെയും ഒന്നിച്ച് നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശുശ്രൂഷ ശാന്തി ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം ഇത് നടക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്കെല്ലാവർക്കും തിരക്കുള്ളവരാണ്, പല ജോലികളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം പ്രത്യേകിച്ച് കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരും ജീവിക്കുന്നവരുമാണ് ജോൺസണും ശാന്തിയും. ഇതിൻ്റെയൊക്കെ ഇടയിലാണ് ഇതിനൊക്കെയുള്ള സമയം ശാന്തി കണ്ടെത്തുന്നത്. പ്രത്യേകിച്ച് വീട്ടിൽ പ്രായമായിട്ടുള്ള 2 പേരുണ്ട്. അവരെയൊക്കെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത്രയും സമയം പള്ളിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു മീറ്റിംഗ് വരെ ശാന്തി മുടക്കാറില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിരൂപതയായിട്ട് ബന്ധപ്പെട്ട വിശ്വാസ പരിശീലന കാര്യങ്ങൾക്ക് വേണ്ടി തലശ്ശേരി രൂപതയുടെ പല ഭാഗങ്ങളിലായിരിക്കും ചിലപ്പോൾ മീറ്റിങ്ങുകളൊക്കെ ആണ് അതൊക്കെ നടക്കുന്നത്. അല്ലെങ്കിൽ 7 മണ്ടേ ശാന്തി ഇതിൽ നിന്നെല്ലാം പിന്മാറേണ്ട ആളാണ്, എനിക്കറിയാം. കാരണം അത്രമാത്രം ഒരു പണിയും ജോലി തിരക്കുകളും ഇല്ലാത്ത ആളല്ല ഇങ്ങനെ ഒരു കുടുംബത്തിലാണ്. അതുകൊണ്ട് തന്നെ ജോൺസൺ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവം 25 വർഷം നിങ്ങളെ ഒത്തിരി അനുഗ്രഹിച്ച് 2 മക്കളെ ദൈവം നൽകി അനുഗ്രഹിച്ചു. മിടുക്കരായിട്ടുള്ളവരെ ദൈവം അവരെയൊക്കെ നന്നായിട്ട് വളർത്തുവാനും പഠിപ്പിക്കുവാനൊക്കെ ഉള്ള കൃപ നൽകി. അതുപോലെ തന്നെ അമ്മച്ചിമാരെ 2 പേരെയും മനോഹരമായിട്ട് നിങ്ങൾ ശുശ്രൂഷിക്കുന്നു. അപ്പോൾ ഇനിയും മനോഹരമായിട്ട് നിങ്ങളുടെ വിവാഹ ജീവിതം കൊടുക്കും. അവരോട് എനിക്ക് കേട്ട് ഞാൻ ഫോട്ടോ എടുക്കേണ്ടവർക്ക് അമ്മച്ചി അവിടെ വന്നിട്ടില്ല. അമ്മച്ചി അപ്പോൾ ശരിയാവും. അവർ ഇത്രയായി. അല്ലല്ല അത് വഴിയുണ്ടാക്കാം. ആവശ്യമില്ല നിങ്ങൾ ചേച്ചി അടുപ്പിച്ച് നടത്തിക്കും. ഓക്കെ, കൈ നീട്ടിക്കുക. അപ്പോൾ നിങ്ങൾ കൈ നീട്ടുന്നു, കൈ നീട്ടിട്ടുള്ളത് എടുത്തു. ചേച്ചിയോടൊപ്പമുള്ള മതാധ്യാപകർക്ക് എന്തൊക്കെയോ സംസാരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും സംസാരിക്കാൻ അവസരം ഇല്ലാത്തത് കൊണ്ട് പ്രതിനിധിയായി ബഹുമാനപ്പെട്ട ജോസഫ് സാറിനെ ക്ഷണിക്കുന്നു.
പ്രിയ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പിന്നെ ഇന്നത്തെ ഈ ഇതിൻ്റെ എല്ലാം ആകർഷണവും കേന്ദ്രബിന്ദുവുമായ ജോൺസൺ, ശാന്തി ടീച്ചർ, നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതരും അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നതുമായ രണ്ട് ആളുകളാണ് അവരെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ജോൺസൺ വളരെ സൗമ്യനാണ്, വളരെ മിതഭാഷിയാണ്. എങ്കിലും ഇപ്പം അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും ശാന്തി ടീച്ചറിന് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ജോൺസന്റെ ഒരു നല്ല മനോഭാവമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് കാർഷിക ജോലി, പശു വളർത്തൽ ഇങ്ങനെയൊക്കെ ഉള്ളപ്പം സാധാരണ ഇതിൽ ആർക്കും സമയം കിട്ടുകയില്ല. അവിടെയും കൃത്യമായിട്ട് എല്ലാവിധ കുടുംബപരമല്ലാത്ത അല്ലെങ്കിൽ ഔദ്യോഗികമായ ഡ്യൂട്ടികൾ ചെയ്യാൻ എപ്പോഴും സന്നദ്ധയും ഞങ്ങളെല്ലാം ഞങ്ങളൊക്കെ ഇച്ചിരി ഉഴപ്പി മാറാനാണെങ്കിൽ അത് പറ്റിയാലാന്നും പറഞ്ഞ് ഞങ്ങളെ കൂടെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്ന വളരെ സ്നേഹപൂർവ്വം ഞങ്ങളെ കൂടെ പിടിച്ചു നിർത്തുന്ന ശാന്തി ടീച്ചറിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ രണ്ടു പേർക്കും ഈ 25 വർഷം, ആളുകൾ പറയും 25 വർഷമൊക്കെ പെട്ടെന്ന് കടന്നു പോകുന്നു. പക്ഷെ നമുക്കറിയാം അങ്ങനെ ഒറ്റ അടിക്കൊന്നും കടന്നു പോവുകയില്ല. പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തില് ഓരോ ദിവസവും ഇച്ചിരി വിഷമിച്ചൊക്കെ കടന്നു പോവുക. അപ്പം 25 വർഷങ്ങൾ കടന്നുപോയി 25ാമത്തെ വാർഷികം ആഘോഷിക്കുന്നു. അതിനാദ്യമായിട്ട് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഇത്രയും നല്ലൊരു ജോഡിയെ നമുക്ക് തന്നതിനും അതുപോലെ തന്നെ അവർക്ക് നല്ല മക്കളെ കൊടുത്തതിനും അതുപോലെ തന്നെ അവരുടെ സേവനം, നമ്മുടെ സഭയ്ക്ക് ആവശ്യമായ സേവനം, സമൂഹത്തിന് ആവശ്യമായ സേവനം, സാമൂഹിക പ്രവർത്തകയായിരുന്നു, ജനപ്രതിനിധിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള എല്ലാ വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടുള്ള ആളുകളാണ്. അഹംഭാവമൊന്നുമില്ല. എങ്കിലും ജോൺസനെയും അതുപോലെ തന്നെ ശാന്തി ടീച്ചറിനെയും ഞങ്ങളുടെ സൺഡേ സ്കൂളിന്റെ പേരില് പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും പ്രാർത്ഥന. ഇനിയും ഞങ്ങൾ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാനും അതുപോലെ തന്നെ ഡയമണ്ട് ജൂബിലി ഉണ്ട്, പ്ലാറ്റിനം ജൂബിലി ഉണ്ട്, അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ആഘോഷിച്ച്, വിവാഹത്തിന്റെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ആഘോഷിച്ച് നമുക്ക് വീണ്ടും കാണാൻ ജഗദീശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബജീവിതത്തിലും മറ്റ് പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ വാഗ്ദാനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. മരണച്ച ഷാൻഡി ജോൺസച്ച, മറ്റ് കുടുംബാംഗങ്ങളെ ആദ്യമേ തന്നെ വിവാഹ ജീവിതത്തിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ട ജോൺസാച്ചനും ഷാൻഡിക്കും എല്ലാവിധ ആശംസകളും ഞങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 25 വർഷമൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ എപ്പോഴും ഒരു വിചിത്രം നടത്തുന്നൊരു സമയമാണല്ലോ ശരിക്കും. അതുകൊണ്ട് എല്ലാവരും നല്ല വാക്കുകളൊക്കെ പറയും, നല്ല കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജന്മദിനം, 25ാം വാർഷികം എന്നൊക്കെ പറയുന്നത് നമുക്കെപ്പോഴും സന്തോഷം തരുന്നൊരു കാര്യമാണ്. അവരെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ പറയാനുള്ള അവസരമാണത്. എനിക്ക് തോന്നുന്നു ഇവരുടെ 25ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഇവരുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു പോകുന്നത് ഇവരെപ്പോഴും ഒരുമിച്ചാണ്. ഇതുവരെയും ഒരിടത്ത് ഷാൻഡി ആന്റി തന്നെയായിട്ടോ അല്ലെങ്കിൽ ജോൺ സാജൻ തന്നെയായിട്ടോ പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ ഓർമ്മയിൽ അവർ രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇവരുടെ 25ാം വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന നല്ല ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് തന്നെയാണ് നമ്മളെല്ലാവരും വിവാഹം കഴിച്ചവരാണ്. എപ്പോഴും ഒരുമിച്ചായിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നല്ല മാതൃക അത് നമുക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് പിന്തുടരാൻ വേണ്ടി നമുക്കും ശ്രമിക്കാം. അത് നല്ലൊരു ക്വാളിറ്റിയായിട്ട് ഞാൻ കാണുകയാണ്. കാര്യം 25 വർഷമായെന്ന് പറയുമ്പോൾ ഞാനും അതിശയിച്ചു. പെട്ടെന്നാണ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 25ാം വാർഷികം ആഘോഷിക്കുകയാണെന്ന്. കാരണം ഇവരുടെ കല്യാണമൊക്കെ കൂടിയത് ഞങ്ങൾ ഓർക്കുന്നത്. ഞാൻ ചെറുതായിരുന്നപ്പോഴാണ് ഇവരുടെ കല്യാണം കൂടിയത്. കാര്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കും ഞെട്ടലുണ്ടാകും. കാരണം ഇവരുടെ 25ാം വാർഷികം ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്കും പ്രായം കൂടുന്ന നടത്തും. എന്നാൽ പോലും ഇത്രയും നാള് ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് കാണാൻ സാധിച്ച സന്തോഷം. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത 50ാം വാർഷികം ആഘോഷിക്കാം എന്ന് തന്നെ വിചാരിക്കണം. അതുവരെയും ഇതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും സ്നേഹത്തോടെ നേരുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു മാവേ. അടുത്തതായി എന്തുവാക്കി സംസാരിക്കാൻ തെന്നിയെ ക്ഷണിക്കുന്നു. അച്ഛാ, ജോൺസേട്ടാ, ചേച്ചി, ഇപ്പോൾ ഈ പ്രായം കുറേ ഞാനിവിടെ വന്നിട്ട് എന്ത് പറയാനല്ലേ. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇവരുടെ 25ാം വാർഷികത്തിൽ പങ്കെടുത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് കാണാമല്ലോ. അവരോട് കൈ വെക്കാവോ?
ഇവിടെ കല്യാണ ദിവസത്തിൽ കല്യാണത്തിന് പങ്കെടുത്ത എത്ര ആൾക്കാരുണ്ടെന്ന് കാണാനുള്ള ആഗ്രഹമുണ്ട്. കല്യാണത്തിന് പങ്കെടുത്തത് ഓക്കെ. അപ്പൊ ഇത്രയും പേര് പങ്കെടുത്ത ആ കല്യാണം എത്ര മനോഹരമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ നമ്മൾ ആ കല്യാണ സമയത്ത് ഒരു ഇതെടുക്കൂല, ഇന്ന് മുതൽ എന്നാ പറഞ്ഞ ഇന്ന് മുതൽ മരണം വരെ എന്ന് പറഞ്ഞേ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്ന് മുതൽ മകരം വരെ എന്ന് പറഞ്ഞു പോകുന്നതിന് മുമ്പിൽ ഇന്നു മുതൽ മരണം വരെ എന്ന് പറഞ്ഞ് 25 വർഷം ഏറ്റവും സന്തോഷപൂർവ്വമായി ഇവർ മുൻപോട്ട് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാം. പ്രത്യേകിച്ച് എണിയക്കാട്ടെ കുടുംബത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഞങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ഫാമിലി ഞങ്ങൾ കാണുന്നത്. 2 മക്കളെ ഇത്രയും വളർത്തി വലുതാക്കുകയും 2 അമ്മച്ചിമാരെ പൊന്നുപോലെ കാത്തു പരിപാലിക്കുന്ന ഈ ഒരു കുടുംബം, കാരണം മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന, മറ്റുള്ളവരുടെ മുൻപിൽ അഭിമാനത്തോട് പറയുന്ന ഒരു കുടുംബം തന്നെയാണ്. എന്റെ പ്രിയപ്പെട്ട ജോൺ ചേട്ടനും പ്രിയപ്പെട്ട ഷാൻ ചേച്ചിക്കും എണിയക്കാട് കുടുംബത്തിന്റെ പേരിലും അതുപോലെ ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അവർക്ക് തുടർന്നുള്ള ജീവിതകാലം ഏറ്റവും മനോഹരമായി സന്തോഷപൂർവ്വമായി ഒരു സ്വർഗമായ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗീയമായ ഒരു ഭവനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി. അടുത്ത് നമ്മള് കേക്ക് മുറിക്കാൻ തുടങ്ങുകയാണ്. അച്ഛൻ നടുക്ക് നിൽക്കാൻ പ്രശ്നം വെച്ച് ഇവിടെ നിൽക്കും. ഈ കേക്ക് കാണുന്ന കേക്കാണ് കേട്ടോ. മുറിച്ച് ഞാൻ കാണത്തില്ല. നിങ്ങളാണോ? വളരെ മനോഹരമായിരിക്കുന്ന കേക്ക് കേട്ടോ. ഓർഡർ കൊടുക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും എണീറ്റ് ഒന്ന് കൈ അടിക്കാം. 2 കൂട്ടരും കൈ കേക്ക് മുറിക്കുകയാണ്. സിൽവർ ജൂബിലിക്കാരും ഗോൾഡ് ജൂബിലിക്കാരും. ഇനി 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും മധുരം വെക്കുന്നു. സ്നേഹമുള്ളവരെ, ഇവരുടെ ഈ ഇന്നത്തെ ദിവസത്തിൽ പങ്കുചേരുന്ന നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള സമ്മാനങ്ങൾ കൊടുക്കാനുള്ള സമയമാണിത്. അപ്പൊ ഓരോരുത്തർക്കും മുന്നോട്ട് വന്ന് സമ്മാനങ്ങൾ കൊടുക്കാവുന്നതാണ് ഈ സമയത്ത്. കിച്ചു അതല്ലേ അങ്ങോട്ടേക്ക് വന്നേ, അങ്ങോട്ടേക്ക് വന്നേ, അങ്ങോട്ടേക്ക് കൊടുത്തു എല്ലാവർക്കും കൊടുത്തു. കൊടുത്തു അവർ കൊടുത്തോളൂ, എടുത്തോളൂ ഓരോരുത്തർ. ഹലോ ഹലോ
മറ്റേ കീശ കിടക്കുന്നതായി അമ്മ ഇവിടെ വന്നിരുന്നോളാം. ഫ്രണ്ടിൽ കൂടെ പുറത്തു പോയാൽ വീഡിയോ എടുത്താൽ ഫോട്ടോ എടുത്തോളാം. മോനെ സെന്ററിൽ നിന്നിട്ടെടുക്കാം. എന്താ നമ്മളോട് ഉരുളി എടുത്തോണ്ടാ കൊടുക്കാം. ബിന്ദു ചവ കൊടുത്തില്ല, ഉരുളി കൊണ്ടുവന്ന് കൊടുക്കാൻ.
നിനക്ക് കിട്ടിയോ? എടി, കൊടുക്ക അമ്മക്കുട്ടിക്കല്ലേ. അവിടെ മമ്മി വിളിച്ചല്ലേ കുറച്ച് വിളിച്ചില്ല. ബാക്കി വീട്ടിൽ കൊണ്ടാക്കി വെട്ടം കിട്ടുന്നില്ല. പിള്ളേന്റെ ഒന്നും കൂടെ പോകണം. ഞാൻ എടുത്തിട്ടില്ല, ആയിട്ടില്ല. കിട്ടിയോ? വന്നേ, അത് വിട്ടുപോയി. ഇവിടെ നിക്ക് ആയി. ബാബാ ഒന്നും വേക്കില്ല. ആയിട്ടില്ല, ഒരു മിനിറ്റ് നോക്ക്. ഒരു പൊന്നു പാടി കുഴപ്പമില്ല അച്ഛൻ ആയിക്കോ വീഡിയോ അതുകൊണ്ട് കുഴപ്പമില്ല വീഡിയോ ഫോട്ടോ മതിയേ. ആ ഗിഫ്റ്റ് ഒന്ന് മേടിച്ചവിടെ വെച്ച് അതിന് നമ്മളെ ഉണ്ട്. കഴിഞ്ഞോ? ഇങ്ങോട്ട് നോക്കൂ, ചിരിക്കുക. നരച്ച മീശയൊക്കെ കാണണം, നരച്ച മീശയൊക്കെ കാണണം. എന്നാലേ പിന്നെ ഫുള്ള് നോക്കി. ഇത് യൂട്യൂബിൽ വരും നിങ്ങൾ കേട്ടോ. ആ അതെല്ലാം പിടിച്ചിട്ടുണ്ട്. ആ ഇതും കൂടി ഒന്ന് തുറന്നേ. ആ ഓക്കെ, അത് മതി, അത്ര മതി. ചെമ്പ് തുറക്ക്. ഓക്കെ, വെരി ഗുഡ്. ആ കിട്ടി. നമുക്ക് ഇത്ര ഭാഗ്യമുള്ളൂ അല്ലേ?